കൊണ്ട് കൽപ്പന ഇല്ല. മനസ്സിലായോ? കൽപ്പന ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതും ഇല്ല. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ചോദ്യം വ്യാപകമായുള്ള പള്ളിയെ കുറിച്ചല്ല, യാത്രക്കിടയിൽ പോകുന്നതിനെ കുറിച്ചാണ്. അതിന് വിരോധമല്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാനത് പറഞ്ഞപ്പോൾ ഒന്നിങ്ങനെ വിശദീകരിച്ചു എന്ന് മാത്രം. പള്ളിയെ തൊട്ട് തടയരുത് എന്ന് പറഞ്ഞതിനല്ല തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. ഈ ഹദീസിനെ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇവിടെ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് പറഞ്ഞത് ഹറമുകളെ തൊട്ടാണ്, മസ്ജിദുൽ ഹറമിനെ തൊട്ടാണ് എന്നാണ് മുഹദ്ദിസീങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഹദീസ് പണ്ഡിതന്മാരാണ് ഹദീസിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ആളുകൾ. കാരണം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്നൊരു ഹദീസ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിന് നിരുത്സാഹപ്പെടുത്തി റസൂലുള്ളാഹി തങ്ങളോട് നബിയെ അങ്ങയുടെ പിന്നിൽ ഞങ്ങൾ നിസ്കരിക്കട്ടെ എന്നാ സമ്മതം ചോദിച്ചത്. മസ്ജിദുൻ നബവിയിൽ മുത്തു നബിയുടെ ബാക്കിൽ വാങ്ങുമായിട്ട് ആ നിസ്കാരത്തിനെ കുറിച്ചാണ് എന്റെ ബാക്കിൽ നിങ്ങൾ നിസ്കരിക്കണതിനേക്കാണ് നിങ്ങൾക്ക് നല്ലത് എവിടെ നിസ്കരിക്കലാണ്, വീട്ടിൽ നിസ്കരിക്കലാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ബാക്കിൽ നിസ്കരിക്കണതിനാണ്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഹദീസ് മറുഭാഗത്തും ഇതുണ്ടാകുമ്പോൾ പിന്നെ ആ ഹദീസുകളെ കുറിച്ച് പഠിപ്പിച്ചു തരേണ്ടത് മുഹദ്ദിസീങ്ങളാണ്. പിന്നെ ആ ഹദീസിൽ നിന്ന് വിഷയങ്ങൾ ഗവേഷണം ചെയ്യേണ്ടത് മുജ്തഹിദീങ്ങളുമാണ്, മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, ഫിഖ്ഹി പണ്ഡിതന്മാർ. അവരൊക്കെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഒരു നിലക്കും ഗുണകരമല്ല എന്ന പക്ഷക്കാരാണ്. ഫിഖ്ഹിൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മഹാന്മാരായ ഇമാമിയങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന ഘട്ടങ്ങളെ വിവിധ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഹറാമാകുന്ന ഘട്ടങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹറാമാകുന്ന ഘട്ടമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എന്നത് ഒരു സംശയമില്ലാത്ത കാര്യവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. നമ്മള് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ തനിച്ചിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന അവിടെയാണ് നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ആഴ്ച, അല്ലേ? ഓർമ്മല്ലേ? ഒരാഴ്ച ആയിട്ടുള്ളൂ. بسم الله الرحمن الرحيم واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا. മറിയം റളിയല്ലാഹു അൻഹയെ കുറിച്ച് വിശുദ്ധ ഖുർആനിലുള്ള ഈ ചരിത്രം നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. തന്റെ അഹ്ലികാരെ തൊട്ട് മറിയം റളിയല്ലാഹു അൻഹ കിഴക്കോട്ട് മാറി താമസിച്ച സന്ദർഭം, ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ, തന്റെ അഹ്ലികാരിൽ നിന്ന്, ആളുകളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുന്ന രീതിയിൽ മറിയം റളിയല്ലാഹു അൻഹ ഒരു മറയുണ്ടാക്കി. ആളുകളുടെ ഇടയിൽ നിന്ന്, അവരുടെ കാഴ്ചയിൽ നിന്ന്, അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുന്ന രീതിയിൽ മറിയം റളിയല്ലാഹു അൻഹ ഒരു മറയുണ്ടാക്കി. فأرسلنا إليها روحنا فتمثل لها بشرا سويا. ആ സമയത്ത് മറിയം റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് നമ്മൾ നമ്മുടെ റൂഹിനെ പറഞ്ഞയച്ചു. റൂഹ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്നാണ് പല നിലക്കും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതാണ് പ്രബലമായ അഭിപ്രായവും. വിശുദ്ധ ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും ഈ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പരാമർശിച്ച സ്ഥലത്തും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഇറങ്ങി വരവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവിടെയും പ്രയോഗിച്ചത് റൂഹ് എന്നാണ്. അവിടെയും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഭൂരിഭാഗം ആളുകളും അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر
ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. തനസ്സലുൽ മലായിക, മലക്കുകൾ ആ ദിവസത്തിൽ, ആ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങി വരും. കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇറങ്ങി വരും, ശക്തമായി തന്നെ ഇറങ്ങി വരും. വറൂഹു ഫീഹാ, അവരുടെ കൂട്ടത്തിൽ ആരുമുണ്ടാകും? റൂഹ് എന്ന് പറയുന്ന മലക്കുമുണ്ടാകും, അതായത് ജിബ്രീൽ അലൈഹിസ്സലാം. അവിടെയും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അതാണ് ഫഅർസൽനാ ഇലൈഹാ റൂഹനാ. മറിയം ഏകയായ സമയത്ത് മറിയമിലേക്ക് നമ്മുടെ റൂഹ് എന്ന് പറയുന്ന, അതായത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നമ്മൾ അയച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിന് റൂഹ് എന്ന് പറയാൻ പല കാരണങ്ങളും. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ടാണ് ദീൻ ജീവിക്കുന്നത്. മരിച്ച അവസ്ഥയിൽ നിന്ന് ദീനിനെ ഹയാത്താക്കാനാണ് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നത്. ഏതൊരു സമുദായത്തിലേക്കും ആ സമുദായം ജീർണാവസ്ഥയിലെത്തുമ്പോഴാണ് അവരിലേക്ക് പ്രവാചകന്മാർ അവതരിപ്പിക്കപ്പെടുന്നത്, അല്ലേ? അവർ നശിക്കുന്ന സമയത്ത് ബിംബാരാധനയിലേക്കോ അല്ലെങ്കിൽ സാംസ്കാരികമായോ അവർ അധപ്പതിക്കുമ്പോഴാണ് അവരിലേക്ക് ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്നത്. ഇക്കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷവും ഓരോ നൂറ്റാണ്ടിലും ഓരോ മുജദ്ദിദുകൾ വരും. സമൂഹത്തെ പരിഷ്കർത്താക്കളാക്കാൻ വേണ്ടി, പരിഷ്കാരികളാക്കാൻ വേണ്ടി പരിഷ്കർത്താക്കൾ വരും. പരിഷ്കർത്താക്കൾ എന്ന് പറഞ്ഞാൽ പരിഷ്കാരം എന്നതിന് ഫാഷൻ എന്ന അർത്ഥം വെക്കരുത്. അതിന് തെമ്മാടിത്തരം എന്നാ പറയാം. അതിന് പരിഷ്കാരം എന്നല്ല പറയാം, തോന്നിയാസം. പരിഷ്കാരം എന്നതുകൊണ്ട് ആത്മീയമായ പുരോഗതിയാണ് ലക്ഷ്യം. ദീനിൽ പരിഷ്കാരം എന്ന് പറയുന്നത് ആത്മീയമായ പരിഷ്കാരത്തിനാണ്. മനസ്സിലായോ? അല്ലാതെ ആത്മീയതയിൽ നിന്ന് അടർത്തി മാറ്റുന്നവരെ പരിഷ്കാരികൾ എന്ന് പറയാൻ വയ്യ. അതേപോലെ തന്നെ ഭൗതികതയിലേക്ക് മുഅ്മിനീങ്ങളെ കൊണ്ടുപോകുന്നവരെയും പരിഷ്കാരികൾ എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഞങ്ങൾ സാമൂഹിക പരിഷ്കർത്താക്കളാണ് എന്ന് പറയും ചില ആൾക്കാർ. അവർ ആത്മീയതയിൽ നിന്ന് ആളുകളെ അടർത്തി മാറ്റുന്നവരാണ് താനും. അത് പരിഷ്കാരം എന്നല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോന്നിയാസം എന്നാ പറയാം. ആ കൂട്ടത്തിലുള്ള ഒരു മുജദ്ദിദാണ് ബഹുമാനപ്പെട്ട വരക്കൽ ബാഅലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. തീർച്ചയായും 921 നമുക്കറിയാം മലബാർ ലഹള, അല്ലെ? മലബാർ ലഹള. ഞാൻ എന്റെ വിഷയവുമായി വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും അത് പറയാതിരിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയണം. 920കളിലുള്ള മലബാർ ലഹളയോടനുബന്ധമായി മുസ്ലിമീങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ആളുകളും സാമ്പത്തികമായും മുസ്ലിമീങ്ങൾക്കാണ് വലിയ നഷ്ടം സംഭവിച്ചത്. മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ പാടത്ത് 2000 മുസ്ലിമീങ്ങളെ വരിവരിയായി നിർത്തി ബ്രിട്ടീഷ് പട്ടാളക്കാരൻ തോക്ക് കൊണ്ട് ഓരോരുത്തരെയും വകവരുത്തി. 2000 മുസ്ലിം ചെറുപ്പക്കാരെ മലപ്പുറം ജില്ലയിൽ മലബാർ മേഖലയിൽ ഒരു ഗ്രാമത്തിൽ മാത്രം. ഈ രീതിയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ ഭാഗങ്ങളിൽ ശക്തമായി മുസ്ലിം വേട്ട ബ്രിട്ടീഷുകാർ നടത്തി. മുസ്ലിമീങ്ങൾ ബഹുമാന്യനായ ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കുറച്ചു കാലമെങ്കിലും മലബാർ മേഖലയിൽ ഒരു സ്വതന്ത്ര ഭരണം നടത്തിയിരുന്നു. ഖിലാഫത്ത് ഭരണം ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കുറച്ചു കാലം ഉണ്ടായുള്ളൂ. എന്നാലും അവർക്കതിന് സാധിച്ചു. അതിനുശേഷം ഈ ലഹളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. മുസ്ലിങ്ങൾ പാടെ തകർന്നു. ലഹളയ്ക്ക് ശേഷം ഒരു രക്തരൂക്ഷിത വിപ്ലവം ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കില്ല മുസ്ലിമീങ്ങളുടെ. 921 ശേഷം 20കൾക്ക് ശേഷം
ബ്രിട്ടീഷുകാരോടുള്ള ഒരു രക്തരൂക്ഷിത മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വിപ്ലവം നിങ്ങൾക്ക് ചരിത്രത്തിൽ വായിക്കാൻ